നമസ്കാരം. കത്തോലിക്ക മെത്രാന്മാരുടെ സണ്ണിച്ചുട്ടൻ ഇനി KPCCയെ നയിക്കും. KPCCക്ക് പുതിയ നാഥനായി. കത്തോലിക്ക മെത്രാന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന നല്ല ഒന്നാം തരം നാഥൻ ഇനി സണ്ണിച്ചുട്ടൻ ഈ KPCCയെ നയിക്കും. നയിക്കുന്നത് പക്ഷെ മുന്നോട്ടല്ല കേട്ടോ, പിന്നോട്ടായിരിക്കുമെന്ന് മാത്രം. കാരണം പാർട്ടി കോൺഗ്രസ്സാണ്. ഇനി അഥവാ മുന്നോട്ട് നയിക്കാമെന്ന് വിചാരിച്ചാൽ പോലും സമ്മതിക്കില്ല ഈ കോൺഗ്രസിലെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള നേതാക്കൾ. ഒരു പേരിൽ എന്തിരിക്കുന്നുവെന്നും ഒരു ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയണ്ടേ എന്നുമൊക്കെ ചോദിച്ചവർ ഒന്ന് മനസ്സിലാക്കണം. നാലാളറിയുന്നവർക്ക് ഒരു പേര് തന്നെ ധാരാളമാണ്. എന്നാൽ ഇവിടെ ഈ പുതിയ നേതാവിനെ കണ്ണൂരിനപ്പുറം ആർക്കെങ്കിലും അറിയാമോ എന്ന് തന്നെ അറിയില്ല. അറ്റ്ലീസ്റ്റ് കോൺഗ്രസ്സുകാർക്കെങ്കിലും അറിയുമോ എന്ന് തന്നെ നമുക്കും മനസ്സിലായിട്ടില്ല. കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഫോട്ടോ കണ്ടാലെങ്കിലും ജനത്തിന് മനസ്സിലാക്കാൻ കഴിയണ്ടേ ഇതാരാണെന്ന്. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായി ഇതാ ഇവിടെ സണ്ണി ജോസഫിലൂടെ. കെ സുധാകരൻ എന്ന കണ്ണൂർ കോൺഗ്രസിലെ കരുത്തൻ്റെ പകരക്കാരൻ്റെ റോളിൽ വീണ്ടും സണ്ണി ജോസഫ് എത്തുന്നു എന്നതാണ്. ഇതിൻ്റെ കരുതൽ എന്താകുമെന്ന് കണ്ടറിയേണ്ടതാണ്, അത് വേറെ കാര്യം. കണ്ണൂരിന് പുറത്ത് അത്ര പരിചിതമല്ല എങ്കിൽ കൂടിയും കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്കായിട്ടുള്ള കെ സുധാകരൻ്റെ വലം കൈയെന്ന് വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്നതായി സണ്ണി ജോസഫിൻ്റെ പുതിയ നിയോഗമെന്ന് വേണമെങ്കിൽ പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ 2001 കണ്ണൂർ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറിയപ്പോൾ അന്ന് പകരക്കാരനായത് ഇതേ സണ്ണി ജോസഫ്. 2 പതിറ്റാണ്ടിന് ശേഷം KPCC തലപ്പത്ത് നിന്ന് കെ സുധാകരൻ മാറുമ്പോൾ പകരക്കാരനായി എത്തുന്നതും അതേ സണ്ണി ജോസഫ്. ഒട്ടും യാദൃശ്ചികമല്ല ഈ സ്ഥാനലബ്ധിയെന്ന് കണ്ണൂരുകാർക്ക് കൃത്യമായി അറിയാം. ക്രൈസ്തവ സമുദായത്തിൽ നിന്നാണ് KPCC പ്രസിഡന്റ് എങ്കിൽ അത് സണ്ണി ജോസഫ് ആയിരിക്കണമെന്നായിരുന്നു കെ സുധാകരൻ്റെ നിർബന്ധം. അത് ഉറപ്പാക്കാൻ കൂടിയാണ് കെ സുധാകരൻ AICCക്ക് മുമ്പാകെ സമ്മർദ്ദതന്ത്രം പയറ്റിയത് പോലും. സുധാകരന് പുറമെ VD സതീശൻ്റെയും സ്വന്തമാണ് ഈ സണ്ണി ജോസഫ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടി. ജില്ലയിലെ കോൺഗ്രസിലെ മികച്ച സംഘാടകരിൽ ഒരാളാണ് സണ്ണി ജോസഫ് എന്നാണ് വൈപ്പ്. 2011 മുതൽ തുടർച്ചയായ 3-ാം തവണയും പെരാവൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ്. കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് അതീതമായി എന്നും കെ സുധാകരനൊപ്പം നിലകൊണ്ടതാണ് സണ്ണി ജോസഫിൻ്റെ ചരിത്രം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ പള്ളിയും പട്ടക്കാരും കുറച്ചുകൂടി കരുതൽ കൊടുത്ത നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആന്റോ ആൻ്റണി ആയിരുന്നു. പക്ഷേ അതൊരു മരവാഴയായിരുന്നു. ആന്റോ ആൻ്റണിക്ക് വിനയായത് സംസ്ഥാനത്ത് നിന്നുള്ള കനത്ത എതിർപ്പുകളായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് പേര് ചോർന്നതും അനവസരത്തിലെ മുന്നൊരുക്കങ്ങളുമൊക്കെ ആന്റോയ്ക്ക് തിരിച്ചടിയായി. ഒരു വേള KPCC അധ്യക്ഷ പദവി ഉറപ്പിച്ച KPCC അധ്യക്ഷ സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു വച്ചിരുന്ന ആന്റോ ആൻ്റണിക്ക് വിനയായത് സംസ്ഥാനത്ത് നിന്നുയർന്നിട്ടുള്ള കനത്ത എതിർപ്പായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ആന്റോ ആൻ്റണിയെ അധ്യക്ഷനായി നിയമിച്ചാൽ പാർട്ടിയിൽ പിളർപ്പ് വരെ ഉണ്ടായേക്കാം എന്നുള്ള വിവരം തന്നെ മനസ്സിലാക്കിയാണ് ആന്റോ ആൻ്റണിയെ ഹൈക്കമാൻഡ് ഒഴിവാക്കിയത്. ഇല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് രണ്ടായേനെ. ആന്റോ ആൻ്റണിയെ KPCC അധ്യക്ഷനാക്കുന്നതിന് എതിരെ നിരവധി പരാതികളാണ് ഹൈക്കമാൻഡിന് മുമ്പിൽ ലഭിച്ചത് പോലും. നിർണായകമായിട്ടുള്ള തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ പാർട്ടിയെ നയിക്കുവാനുള്ള പ്രാപ്തിയോ പരിചയസമ്പത്തോ ഇല്ലാത്ത നേതാവാണ് ആന്റോ ആൻ്റണി എന്ന് ആ പരാതിയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ പരാതി ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടി വന്നു ഹൈക്കമാൻഡ്. സംസ്ഥാനത്താകെ സ്വാധീനമോ പരിചയമോ ഇല്ലാത്ത നേതാവാണ് ആന്റോ ആൻ്റണി എന്നുള്ള പരാതി വളരെ കൃത്യമായി ഹൈക്കമാൻഡ് തിരിച്ചറിയുകയായിരുന്നു. KPCC അധ്യക്ഷനെ മാറ്റണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം തേടിക്കൊണ്ട് നേതാക്കളെ ബന്ധപ്പെട്ട ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അടക്കം അവസാനം ഫോണിൽ ബന്ധപ്പെട്ട് പല നേതാക്കളെയും വിളിച്ച് മാറി മാറി ചോദിച്ചതിന് ശേഷമാണ് ആന്റോ ആൻ്റണിയോടുള്ള എതിർപ്പ് തന്നെ കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലായത് എന്നുള്ളതാണ്. അത്രയ്ക്കും മരവാഴയാണിതെന്ന് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഈ സഭയുണ്ടല്ലോ, ഈ സഭയുടെ പിന്തുണയിലാണ് ആന്റോ ആൻ്റണി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ള ഒരു പ്രചരണവും ആന്റോയ്ക്ക് വിനയായി എന്നുള്ളതാണ്. സിറോ മലബാർ സഭ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്നത്തെ ദീപിക ദിനപത്രം അടക്കം ഒരു മുഖപ്രസംഗം എഴുതിയതോടുകൂടി ആന്റോ ആൻ്റണിയുടെ ചീട്ട് പൂർണ്ണമായിട്ടും കീറിപ്പോയി എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും കേട്ടതാണ്. സിറോ മലബാർ സഭയുടെ ഒരു ഫെറോനയുടെ വലുപ്പമില്ലാത്ത ഒരു സഭയുടെ ഒരു ചെറിയ കർദിനാളിൻ്റെ ശുപാർശയായിരുന്നു കത്തോലിക്ക സഭയുടെ പിന്തുണയായിട്ട് ഈ ഹൈക്കമാൻഡ് വിലയിരുത്തിയത് എന്നുള്ളതാണ്. എന്ത് പൊട്ടന്മാരാണ് ഇവന്മാർ, ഒന്ന് ആലോചിച്ച് നോക്കി. അത് സിറോ മലബാർ സഭ ബിഷപ്പുമാർ തള്ളിയതോടുകൂടിയാണ് കാര്യങ്ങൾ ഇപ്പോൾ മലക്കം മറിഞ്ഞ് സണ്ണി ജോസഫിലേക്ക് എത്തിയിരിക്കുന്നത്.
അധ്യക്ഷനാകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച ആന്റോ ആന്റണി തലസ്ഥാനത്ത് വാടക വീട് ഒരുക്കി. പ്രഖ്യാപനം വന്നാലുടൻ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിൽ പുഷ്പാർച്ചനയ്ക്ക് പ്രവർത്തകരെയും ഒന്നിച്ചു പോകുന്നതിനായിട്ട് ബസ്സുകൾ വരെ ബുക്ക് ചെയ്ത് തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. അവസാനം ആന്റോ ആന്റണിക്ക് ഹൈക്കമാൻഡ് തീരുമാനം വന്നപ്പോൾ അത് കനത്ത തിരിച്ചടിയായിപ്പോയി. ആർക്കും അറിയാത്തൊരു നേതാവാണ് അദ്ദേഹം, ഒറ്റയ്ക്ക് കരയട്ടെ. തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരുന്ന മരവാഴക്കൂട്ട നേതാവ് കെ സി വേണുഗോപാലിനും ഇനി മടങ്ങിപ്പോകാം എന്ന് പറയട്ടെ. അധ്യക്ഷസ്ഥാനത്തേക്ക് പേരുയർന്ന ഘട്ടത്തിൽ എല്ലാ എതിർപ്പ് ഉയർന്നു വന്നു എങ്കിൽ കൂടി ഹൈക്കമാൻഡ് നേതൃത്വത്തിലുള്ള സ്വാധീനമായിരുന്നു ഈ ആന്റോ ആന്റണിയുടെ ആത്മവിശ്വാസമായി മുൻപിൽ നിന്നത്. കാരണം തന്നെ ആരും തള്ളിക്കളയില്ല എന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുവാനുള്ള തയ്യാറെടുപ്പുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ തലസ്ഥാനത്തെത്തി കാത്തിരുന്നത്. അധ്യക്ഷസ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നത് തൻ്റെ പേരാണ് എന്നുള്ള വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് പോലും ഈ ആന്റോ ആന്റണിയാണ് എന്നുള്ള വാർത്ത, അത് ആ വിവരമടക്കം ഹൈക്കമാൻഡിനെ പ്രകോപിപ്പിച്ചു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതും അധ്യക്ഷസ്ഥാനത്തേക്കുള്ള കടന്നുവരവിന് ആന്റോ ആന്റണിക്ക് തടസ്സമായി മാറി എന്നുള്ളതാണ്. KPCC നേതൃത്വത്തിൽ സമഗ്ര അഴിച്ചുപണി നടത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് സാമുദായിക സന്തുലനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ മാറ്റങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതില്ല എന്ന് പറയുന്നില്ല, അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഈ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് നേതൃനിരയിൽ ആളില്ലെന്ന പരാതികൾക്കുള്ള മറുപടി കൂടിയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഇപ്പോൾ ഈ സണ്ണി ജോസഫിൻ്റെ നിയമനം എന്ന് പറയപ്പെടുന്നത്. ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ ഏറെ അടുത്ത വ്യക്തിബന്ധമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു സണ്ണി ജോസഫ് എന്ന് പറയപ്പെടുന്നത്. ഈ കെ സുധാകരൻ്റെ തലപ്പൊക്കമോ അല്ലെങ്കിൽ ഒരു തീവ്ര ശൈലിയോ ഒന്നും പിന്തുടരുന്ന നേതാവ് അല്ലെങ്കിൽ കൂടിയും പാർട്ടിയിലെ ഒരു സൗമ്യമുഖമാണ് സണ്ണി ജോസഫ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇതൊന്നും പോരാ സണ്ണിക്കുട്ട, ഇവിടെ ഈ കേരളത്തിൽ പിണറായിയെ പിടിച്ചു കെട്ടാൻ എന്ന് മനസ്സിലാക്കുക. പിന്നെ ആര് വളർന്നാലും പാര വെക്കുന്ന നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ തന്നെ എത്ര കാലം അധ്യക്ഷനായി ഉണ്ടാകുമെന്ന് തന്നെ അറിയില്ല. അതുകൂടി പറയട്ടെ സണ്ണിച്ചുട്ട. സുധാകരൻ്റെ പ്രസിഡന്റ് പദവിയിൽ കോൺഗ്രസ് എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ പരിശോധിച്ചാൽ കുഴപ്പങ്ങളേ ഉള്ളൂ എന്ന് കൂടെ നിൽക്കുന്നവർ തന്നെ പറയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ എല്ലാം തന്നെ പരാജയങ്ങളെക്കാളേറെ കൂടുതൽ വിജയം നേടിയിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, തൃപ്പൂണിത്തുറ ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം ഉണ്ടായിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 18 സീറ്റുകൾ വരെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ്, മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ സുധാകരനെ കുറച്ചു കാണാൻ കഴിയില്ല. ഒരു സെമി കേഡർ സംവിധാനമൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നും പാർട്ടിയെ സെമി കേഡർ ലെവലിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ അധ്യക്ഷ പദവിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വലിയ വാഗ്ധാരണികളൊക്കെ മുന്നോട്ട് വെച്ച് തന്നെയാണ് കെ സുധാകരൻ വന്നത് എങ്കിൽ കൂടിയും പക്ഷെ അതൊന്നും ചെയ്തു വെക്കുവാനോ പൂർത്തിയാക്കുവാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 8 ജില്ലകളിലെ CCU മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ആ 8 ജില്ലകൾ തന്നെ എത്തിയപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ അടി തുടങ്ങി എന്നുള്ളതാണ്. ബൂത്ത് തലം മുതലുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് രീതി അല്ലെങ്കിൽ ആ പ്രക്രിയ തന്നെ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നെ DCCകളെ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നതിനോ സംസ്ഥാന തിരഞ്ഞെടുപ്പ്, സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലോ ഒന്നും ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തുവാൻ ആ പാർട്ടിക്കായില്ല എന്നുള്ളത് തെറ്റായി തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ താഴെ തലം മുതൽ ഇതിനെ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കെ സുധാകരനും ഇവിടെ അദ്ദേഹത്തിൻ്റെ പദവി വെച്ച് മടങ്ങുമ്പോൾ കോൺഗ്രസ് മറ്റൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. അവിടെയാണ് ഈ സണ്ണിക്കുട്ടനെ പോലുള്ളവരെ തിരഞ്ഞെടുത്ത് അധ്യക്ഷ പദവികളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് കോൺഗ്രസിനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു തന്ത്രമൊന്നുമല്ല. വേണമെങ്കിൽ ഈ കത്തോലിക്ക സഭയെ നിങ്ങൾക്ക് പ്രീണിപ്പെടുത്താം, അവരോടത്ത് പറയാം നിങ്ങളുടെ ഒരു നേതാവിനെ ഞങ്ങളിവിടെ നേതാവാക്കി മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസിയെ ഞങ്ങൾ നേതാവാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് വീമ്പ് പറയാം. അതിനപ്പുറമൊന്നും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇനി വരാൻ പോകുന്നത് 2026 നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിലും വിജയത്തിൽ കുറഞ്ഞതൊന്നും അവകാശപ്പെടാനില്ല എന്ന് വീമ്പ് പറയുന്ന കോൺഗ്രസ് ഈ സണ്ണിച്ചുട്ടനെ കൊണ്ട് ഈ കേരള സംസ്ഥാനം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ തെറ്റി, പാടെ തെറ്റി. കാരണം കോൺഗ്രസിന് ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ മാത്രം പിന്തുണയുണ്ടെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കാമെന്ന് കരുതുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരം പറയേണ്ടി വരും. ബാക്കിയുള്ളവരുടെയൊക്കെ വോട്ട് വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം കാണിക്കേണ്ടി വരും. അതുണ്ടോ ഈ പാർട്ടിക്ക്? അപ്പോൾ സുധാകരനെ മാറ്റിയത് കൊണ്ട് മാത്രം കോൺഗ്രസ് നന്നാകില്ല. കോൺഗ്രസിൻ്റെ മൊത്തത്തിലെ ആറ്റിറ്റ്യൂഡ് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. തമ്മിലടിയല്ല, യോജിപ്പിൻ്റെ സ്വരമാണ് കോൺഗ്രസിൽ നിന്നുണ്ടാകേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ് ഈ പാർട്ടിക്കും ഈ പാർട്ടിക്കാർക്കും ഉണ്ടാകേണ്ടത്. സണ്ണി ജോസഫ് എന്ന KPCCയുടെ പുതിയ അമരക്കാരൻ വിചാരിച്ചാൽ കേരളം ഭരിക്കുവാനുള്ള സീറ്റ് നേടാൻ കഴിയുമോ?
നേതാക്കളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മെത്രാന്മാരുടെ ഈ സണ്ണി ജോസഫിന് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും പുതിയ പ്രസിഡന്റായിട്ടുള്ള സണ്ണിക്കുട്ടൻ. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അതുകൂടി പറയാതെ പോകാൻ കഴിയില്ല, അതുകൂടി പറയേണ്ടതുണ്ട്. വളരെ പരിചയസമ്പത്തും യുവത്വവും തുളുമ്പുന്ന ഒരു ടീമിനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് KPCCയുടെ തലപ്പത്ത് നിയമിച്ചിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയൊക്കെ നെടുനായകന്മാരായി നിന്നവരാണ് ഇപ്പോൾ പദവി ലഭിച്ചിരിക്കുന്ന ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും അടക്കമുള്ളവരെന്ന് പറയപ്പെടുന്നത്. സാമുദായിക സന്തുലനം കൂടി നോക്കിക്കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ അവരൊന്ന് തീയായാൽ ഒന്ന് ശ്രമിക്കാനുണ്ട് കോൺഗ്രസിന് എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അല്ലാതെ ഈ സണ്ണി ചുട്ടലിൽ വിശ്വാസം വെച്ച് മുന്നോട്ട് പോയാൽ ഈ പാർട്ടിയുടെ അന്ത്യയാത്രയ്ക്ക് ഇതേ മെത്രാന്മാരെ തന്നെ കൊണ്ടുവരേണ്ടി വരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.